രാവിലെ തന്നെ ക്യാമറ എടുത്ത് അടുക്കള ചെന്നപ്പോൾ ഫസ്റ്റ് കേട്ട വാക്കാണ് സംഭവം. അവിയലിനുള്ള തൈര് വെയിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവര് ചോറും ചിക്കനും ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ തൈര് വന്നു, അവിയൽ സെറ്റാക്കി. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാനുള്ളത് നല്ല അങ്കമാലി മാങ്ങക്കറി അല്ലേ. നമ്മൾ മാങ്ങ ചെത്തി അത് കഷ്ണാക്കിയിട്ട് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും വിനിഗറും പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചിട്ട് അത് മാറ്റി. എന്നിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സവാള, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എന്നിവ ഇട്ടിട്ട് പിന്നെ പ്രധാന പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഒരു ലേശം ഉപ്പും പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായി കുഴച്ചിട്ട് അതിക്ക് നമ്മൾ മാറ്റി വെച്ച മാങ്ങ ഇടുക. ആ മാങ്ങ ഇടുന്ന ഷോട്ട് എടുക്കാൻ ഈ നായ്ക്കളിന്റെ വിളിച്ചിടും. എന്തായാലും ആ സാധനം അടുപ്പ് കയറ്റിട്ട് അതിൽ നല്ല തേങ്ങാപ്പാലം ഒഴിക്കുക. 1-ാം പാലോ 2-ാം പാലോ അങ്ങനെ എന്തോ ആണ്. അതിന്റെ ഇടയിൽ മാങ്ങയിൽ കൊത്തുപണി എടുക്കണ ആർട്ടിസ്റ്റ് കിച്ചു. ഈ എക്സ്പ്രഷൻ കണ്ടറിയാ സാധനം റെഡി ആയി. പിന്നെ ഒരിക്കൽ കൂടി പാല് വെക്കുള്ളൂ. ഇത് 1-ാം പാലാണോ 2-ാം പാലാണോ എന്നുള്ള എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് സിബിനോട് ചോദിക്കാൻ, നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അത് തളക്കണ വരെ നമ്മൾ ബോറടിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് അനന്തുവിന്റെ ഐറ്റം ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കടുക് പറ. അത് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഞാനായിട്ട് പറഞ്ഞ ഓർമ്മയാക്കുന്നില്ല. എന്തായാലും പരിപാടി ഏകദേശം ക്ലൈമാക്സ് ആയിട്ടുണ്ട്. ഇനി കോഴി പൊരിക്കുക എന്നുള്ള ഒരൊറ്റ ചടങ്ങ് നമ്മുടെ മുന്നിലുള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു 2 പപ്പടം കീറിയിട്ട് അതിലേക്ക് ലേശം മുളക് പൊടി ഇട്ടിട്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി പിന്നെ നല്ല തൂവുള്ള ചോറ് പ്ലേറ്റ് ഇട്ടിട്ട് അതിലേക്ക് നല്ല മാങ്ങാക്കറിയും ചിക്കനും അവിയലും പപ്പടും ചമ്മന്തിയും അച്ചാറും എല്ലാം കൂടി ഒരു പിടുത്തം കിട്ടി പിടിച്ച എന്റെ പൊന്നടിയാ.